അപ്പോൾ ഗൈസ് നമുക്ക് പുതിയ വണ്ടി വർക്കിന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമുക്ക് പുതിയ വർക്കിന് വേണ്ടി വന്നിട്ടുള്ള വണ്ടി. 2000 മോഡൽ MPV ആണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഫുൾ പെയിൻറ്റിങ്ങിനാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേറെ കുറച്ച് പണികളും കൂടി ഉണ്ട്. നമുക്കിപ്പോൾ കാണാം ഇവിടെ സൈഡിലൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിൽ വരകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം പുട്ടുകാർക്കും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഉള്ളിൽ ഉൾഭാഗം കാണിച്ചു തരാം. ഉൾഭാഗം കണ്ടില്ലേ, ഇപ്പോൾ ഡോർ പാഡ് കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം പെയിൻറ്റ് ഫെയ്ഡായി തുടങ്ങിയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഫെയ്ഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ മീറ്റർ സൈഡ് കണ്ടില്ലേ, ഇവിടെ ബ്ലാക്കും ഇവിടെ ഗ്രേ വരുന്നത്. നമുക്കിതെല്ലാം സിംഗിൾ കളറാക്കണം. ഇതിൻ്റെ അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ മെയിനായിട്ട് ഇൻറ്റീരിയറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈബർ പാർട്സ് കാര്യങ്ങളാണ് മെയിനായിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുള്ള വർക്കാണ്. പുറത്തൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ കാണുന്ന പേച്ചുകൾ ചെറിയ ചെറിയ പുട്ടുവർക്കുകൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബമ്പർ കാര്യങ്ങൾ അഴിച്ച് വെച്ചേക്കാം. നമ്മളിപ്പോൾ അവിടെ ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പിന്നിലത്തെ ബമ്പറും കൂടി നമുക്ക് അഴിച്ചിട്ട് അതിൻ്റെ പണി കൂടി നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ സൈഡ് കൂടി നമുക്ക് കാണിച്ചു തരാം. എൻജിൻ സൈഡ് നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള വയറിങ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എൻജിൻ റൂം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്റർ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വെള്ളം കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ കിടക്കണം. നമുക്കതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കൂളൻ്റ് ആക്കണം. പിന്നെ അതുപോലെ എൻജിൻ ഓയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിലവിൽ ഇതുമുള്ള വർക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം വഴിയായി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വണ്ടിയുടെ ബമ്പറാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ ഗ്ലോസി ബ്ലാക്ക് ആയിരുന്നു. നമ്മൾ നേരെ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിൻ്റെ പുട്ടുകാർക്കും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുട്ടിട്ട് ഉറച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ല് നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ വണ്ടി കുറച്ചുകൂടി കാണാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.